നമസ്തേ ഗൈസ്, ടെക് ടൈമിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ചെറിയ ചെറിയ ടെക്നോളജിക്കൽ ട്രിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെ ഗ്രോ കെ യൂസ് ചെയ്ത് അൺലിമിറ്റഡ് ആയി ഇമാരിറ്റ് വീഡിയോ ജനറേറ്റ് ചെയ്യാമെന്നാണ്. പ്ലസ് 6 സെക്കൻഡിൽ കിട്ടുന്ന വീഡിയോ ഇതേ സെയിം എ വെച്ച് എങ്ങനെ എക്സ്പെൻഡ് ചെയ്യാമെന്നും കൂടെ ഈ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡെവലപ്പ് ചെയ്ത ലാൻഡ് ഓഫ് ഗെയിമേഴ്സ് എന്ന സീരീസിൽ ഒരു 30% ഈ എ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഷാൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബ്രൗസറിൽ കയറിയിട്ട് ഗ്രോ കെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ചൂസ് ചെയ്യണ ഒപ്പേറയാണ്. നമ്മൾ നേരെ ഒപ്പേറ കയറുക, എന്നിട്ട് ഗ്രോ കെ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വെബ്സൈറ്റ് വരും. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അങ്ങ് റൈറ്റ് സൈഡിൽ സൈൻ ഇന്നും സൈൻ അപ്പ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കറക്റ്റ് സൈൻ അപ്പ് ചെയ്യുക. ദെൻ അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ടാബ് എടുത്തിട്ട് അവിടെ ടെമ്പ് മെയിൽ എന്ന് ടൈപ്പ് ചെയ്യണം. ഇതിൽ നമുക്ക് ടെമ്പററി ആയിട്ട് എത്ര ഇമെയിൽ അഡ്രസ് വേണം ഉണ്ടാക്കാം. ഇത് വെച്ചാൽ നമ്മൾ ഇനി അൺലിമിറ്റഡ് ആയിട്ട് ഇമാരിറ്റ് വീഡിയോ ഒക്കെ അതുവഴി ജനറേറ്റ് ചെയ്യാൻ പോണത്. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു മെയിൽ ഐ ഡി നമുക്ക് കിട്ടും. അത് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഗ്രോ കെയുടെ ടാബില്ലേ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് സൈനപ്പ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഒരു OTP അവർ സെൻഡ് ചെയ്യും. ഇത് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി മെയിൽ ഐഡാണ്. അവിടെ നമ്മൾ താഴെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതാ അവിടെ നമ്മളെ OTP വന്നിട്ടുണ്ട്. ഇനി അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നേരെ ഗ്രോ കെയുടെ ആ ടാബിൽ വന്നിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമുക്ക് റാൻഡമായിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ തൽക്കാലം തങ്കം എന്ന് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം. പാസ്വേഡും അത്ര വലിയ ഗവനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു പാസ്വേഡ് അങ്ങ് കൊടുത്താൽ മതി റാൻഡമായിട്ട്. കാരണം ടെമ്പററി മെയിൽ വെച്ച് ഉണ്ടാക്കിയതല്ലേ. എന്നാൽ ഒറിജിനൽ ജിമെയിൽ വെച്ച് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ പാസ്വേഡൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സൈനപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രോ കെയുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഗ്രോക്കിൻ്റെ ഇൻ്റർഫേസ്. സോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് വേണം. ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അടുത്ത ടാബ് എടുത്തിട്ട് അവിടെ ChatGPT എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇതിൽ ഇമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോ ആണെങ്കിലും അവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒരു പ്രോംപ്റ്റ് അടിച്ചോട്ടെ ആ വീഡിയോക്ക് എന്താണ് വേണ്ടതെന്ന രീതിയിൽ. ഇപ്പോൾ എനിക്കൊരു ഇമേജ് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്, ക്രിയേറ്റ് എ ഇമേജ് ഓഫ് എ മാൻ എന്നൊക്കെ പറഞ്ഞ്. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇമേജ് അത് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റില്ലേ അതിനനുസരിച്ചുള്ള ഇമേജ് അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ കൊടുത്ത ആ പ്രോംപ്റ്റ് അനുസരിച്ചൊരു ഇമേജ് വന്നിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ ഒരു ഫടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അത് നേരെ ഡൗൺലോഡ് ചെയ്യുക. ഇനി ഈ കിട്ടിയ ഇമേജിനെ നമുക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പം നമ്മൾ അതിന് ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കണം. പ്രോംപ്റ്റ് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇമേജിറ്റ് വീഡിയോ കൺവേർട്ട് ചെയ്യുന്നത് ഇതേ മോഡലുള്ള പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഈ പ്രോംപ്റ്റ് അങ്ങ് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് നേരെ ഗ്രോ കെയിൽ വന്നിട്ട് അതിൽ ലെഫ്റ്റ് സൈഡിൽ 5ാമത്തെ ഓപ്ഷനായ ഇമാജിൻ എന്ന് പറയുന്ന സാധനത്തിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ ഇത് കണക്കുള്ള ഇമേജസും വീഡിയോസും കാണും. അതൊക്കെ ബാക്കിയുള്ളവർ ഉണ്ടാക്കിയതാണ്. സോ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് ChatGPT കിട്ടിയ പ്രോംപ്റ്റും കൂടെ എടുത്ത് പേസ്റ്റ് ചെയ്യണം. കറൻ്റ്ലി 480p മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 720p പോകണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. സോ നമുക്ക് 480 ചൂസ് ചെയ്യാം. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കിട്ടും. 6 സെക്കൻഡാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന വീഡിയോയുടെ ഡ്യൂറേഷൻ. ഇനി റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യണം. ഇനി കിട്ടിയ 6 സെക്കൻഡ് ആ വീഡിയോ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. സോ നമുക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഫ്രെയിമിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വിൻഡോസ് കീ പ്ലസ് പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ വേണം നിൽക്കാൻ. പിന്നെ മൊബൈലിലാണെങ്കിൽ അറിയാലോ. ഇനി ഈ സ്ക്രീൻഷോട്ടിനെ നമ്മൾ ChatGPT കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് അടുത്ത സീനിൽ എന്താണോ വേണ്ടത് അത് നമ്മൾ ChatGPTയിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യണം. ഞാനിപ്പം ഇങ്ങനൊരു പ്രോംപ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് എ പ്രോംപ്റ്റ് ഫോർ ജനറേറ്റിംഗ് വീഡിയോ ഓഫ് ദിസ് പേഴ്സൺ ഈസ് പുട്ട് ഹിസ് കപ്പ് ഓൺ ഗ്രൗണ്ട് ആൻഡ് വാക്ക് അവേ. പിന്നെ സിനിമാറ്റിക് ഷോട്ടെന്ന് അത് ഞാൻ ചുമ്മാ ഒരു റാൻഡമായിട്ട് ചുമ്മാ കൊടുക്കുന്നതുകൊണ്ട് കൊടുത്തന്നേ ഉള്ളൂ. അങ്ങനെ അടുത്ത സീൻ്റെ പ്രോംപ്റ്റ് കൂടെ അത് തന്നിട്ടുണ്ട്. ഇനി ഈ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മളെടുത്ത രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് ഈ ഗ്രോ കെയിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യണം.
എന്നിട്ട് ഇപ്പം നമ്മൾ കോപ്പി ചെയ്ത ഈ പ്രോംപ്റ്റ് ഇല്ലേ, ഇത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ജനറേറ്റ് കൊടുക്കണം. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഷോട്ടും റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്രോംപ്റ്റിൽ അടിച്ചു കൊടുത്ത അതേ സംഭവം തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത വീഡിയോയും ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതായത് ഇൻഷോട്ടോ ഫിലിമോറയോ അഡോബ് പ്രീമിയർ പ്രോയോ കൈൻ മാസ്റ്റർ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും ഒരുമിച്ചെടുത്ത് ടൈം ലൈനിലിട്ട് അങ്ങ് എഡിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ എഡിറ്റിങ്ങിന് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫിലിമോറയാണ്. സോ അതങ്ങനെ എഡിറ്റിംഗ് കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇതായത്. അങ്ങനെ നമ്മൾ 6 സെക്കൻഡുള്ള വീഡിയോ 12 സെക്കൻഡായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ ടെക്നോളജിക്കൽ ട്രിക്സ് ആയിട്ട് നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. അതുവരേക്കും